Hello everyone. അപ്പോൾ എൻ്റെ ക്ലാസ് 3-ലെ എല്ലാ കുഞ്ഞുമക്കളും സ്കൂളിലോട്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദേ 2 ആഴ്ചയൊക്കെ കഴിയാറായില്ലേ. അപ്പോൾ നമ്മളവിടെ പുതുതായിട്ട് കാത്തു നിന്നിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു നമ്മുടെ പുതിയ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ സിലബസിൽ ഓരോരോ ചാപ്റ്റേഴ്സ് മക്കൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് 3-ലെ EVS-ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഗ്രീൻ എർത്ത് ഹരിതഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു കുട്ടി ടോപ്പിക്കാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ത് ചെയ്യണം, വേഗം തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതും EVS ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ടുള്ള മലയാളമോ ഇംഗ്ലീഷോ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ടൈറ്റിലിൽ പറയുന്നത്, എന്താണ് അതിൽ തലക്കെട്ടിൽ എന്താവോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ആ കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ എർത്ത് എന്നാണ് പറയുന്നത്. ഗ്രീൻ എർത്ത്. അപ്പോൾ ഗ്രീൻ കളറിൽ നമ്മുടെ എർത്തിൽ എന്താ ഉള്ളത്, നമ്മളെല്ലാവരും ജീവിക്കുന്ന നമ്മുടെ പ്ലാനറ്റാണ്, നമ്മുടെ ഗ്രഹമാണ് എർത്ത് എന്ന് പറയുന്നത് അല്ലേ, ഭൂമി. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നല്ല പച്ച നിറത്തിൽ എന്താ മക്കൾ ഉണ്ടായിരിക്കുക, നല്ല പച്ച നിറത്തിൽ എന്താ ഉണ്ടായിരിക്കുക, ആ പ്ലാന്റ്സ് ആണ് അല്ലേ, പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾ. അപ്പോൾ പച്ച നിറത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പച്ച നിറത്തിൽ കുറേ മരങ്ങൾ അല്ലേ, കുറേ സസ്യങ്ങൾ നമ്മുടെ എർത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ പറയുന്ന സസ്യങ്ങളെ കുറിച്ചിട്ടാണ്, ഈ ഒരു പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പ്ലാന്റ്സിൽ ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്, അതുകൂടാതെ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, സസ്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ EVS-ലെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം മിസ് പഠിപ്പിച്ചു തരാൻ പോകുന്നത് വിച്ച് പാർട്സ്, ഏതെല്ലാം ഭാഗങ്ങൾ. ഒരു ചെടി നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ ഒരു ചെടിയിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് പറയും, എന്താ പറയുക, ഒരു ചെടി തന്നു കഴിഞ്ഞാൽ ആ ചെടിയിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും. നമുക്കറിയാം ആദ്യം ചെടിക്ക് എന്തുണ്ടായിരിക്കും, ഇതുപോലെ ഒരു തണ്ട് ഉണ്ടായിരിക്കും അല്ലേ, ഒരു തണ്ട് ഉണ്ടായിരിക്കും. ഈ തണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെം എന്ന് പറയുന്നത്. STEM, സ്റ്റെം, അല്ലെങ്കിൽ നമ്മൾ പറയും തണ്ട്. ഓക്കെ, തണ്ടുണ്ടായിരിക്കും. ഇനി തണ്ടിൽ ഇങ്ങനെ ചേർന്നിട്ട് ആരായിരിക്കും ഉണ്ടായിരിക്കുക, നല്ല ഇലകൾ ഉണ്ടായിരിക്കും അല്ലേ, ഇലകൾ ഉണ്ടായിരിക്കും. കുഞ്ഞിലകളും വലിയ ഇലകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്താണ്, ലീഫാണ്. ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയാണ്. ഒന്നിലധികം ഇലകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ലീവ്സ് എന്ന് പറയും അല്ലേ, ലീവ്സ് ആണ്, ഇലകൾ എന്ന് പറയും. ഇലകളുണ്ട്. ഓക്കെ, അപ്പോൾ പച്ച നിറത്തിൽ ഇല നമുക്ക് കാണാൻ പറ്റും. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്തുണ്ടായിരിക്കുക, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലവർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ മിസ് മഞ്ഞ നിറത്തിലൊരു ഫ്ലവർ വരയ്ക്കാം. ഓക്കെ, ഇതെന്താണ്, ഫ്ലവർ ആണ് അല്ലേ, ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാണ്. അപ്പോൾ ഒന്നിലധികം പൂവുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫ്ലവേഴ്സ് എന്ന് പറയും അല്ലേ, പൂക്കൾ എന്ന് പറയും. ഓക്കെ, അവിടെ രസിട്ട് കൊടുക്കാം, ഫ്ലവേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ആരും കാണാതെ നമ്മുടെ മണ്ണിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ ചെടിയിൽ. അതെന്താണ്, മണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവനെ കാണാൻ പറ്റില്ല അല്ലേ, പക്ഷേ നമ്മൾ ഈ ചെടീനെ ഇങ്ങനെ വലിച്ചൊന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും. അതാരാ, റൂട്ടാണ് അല്ലേ, റൂട്ട് ഉണ്ടായിരിക്കും. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വേര്. ROOT, വേരുണ്ടായിരിക്കും, റൂട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് എൻ്റെ മക്കൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെം ആണ്. സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് അല്ലേ, ഒരു ചെടിയിൽ എന്തുണ്ടായിരിക്കും, തണ്ടുണ്ടായിരിക്കും. തണ്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, തണ്ടില്ലെങ്കിൽ ഇലയ്ക്ക് വന്ന് പിടിച്ചിരിക്കാൻ പറ്റുമോ, ഇല്ല. ഇല വന്ന് പിടിച്ചിരിക്കുന്നത് എവിടെയാണ്, തണ്ടിലാണ്. പൂ വന്ന് പിടിച്ചിരിക്കുന്നത് എവിടെയാണ്, തണ്ടിലാണ്. അപ്പോൾ സ്റ്റെം എന്ന് പറയുന്നത് നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള കാര്യമാണ് അല്ലേ. ഇനി രണ്ടാമത് എന്താണ്, ലീവ്സ് ആണ്. പച്ച നിറത്തിൽ അല്ലേ, നമ്മുടെ ഗ്രീൻ എർത്ത് എന്ന് പറയുമ്പോൾ, ഹരിതഭൂമി എന്ന് പറയുമ്പോൾ ആ ഒരു പച്ച നിറം എന്തിനാണുള്ളത്, ഒരു പച്ച കളർ നമ്മുടെ ഇലയ്ക്കാണുള്ളത് അല്ലെ. ചില സമയത്ത് തണ്ടിനും പച്ച കളർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇലയ്ക്ക് ഗ്രീൻ കളർ ഉണ്ട് അല്ലേ. അപ്പോൾ ലീഫ് ഇല ഉണ്ടായിരിക്കും. പിന്നെ എന്താ മക്കളുള്ളത്, മണ്ണിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരാളാണ്
റൂട്ട് എന്ന് പറയുന്നത് വേരുണ്ടായിരിക്കും. ഇത് മനസ്സിലായോ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിക്കേ. തണ്ടുണ്ട് അല്ലേ, നോക്കിക്കേ, ഇതാണ് തണ്ട്. തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മാണ്. ഇനി താഴെയായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? റൂട്ട് കാണാൻ പറ്റുന്നുണ്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരാണ് അല്ലേ, വേരുണ്ട്. പിന്നെ പച്ച നിറത്തിൽ ആരെ കാണുന്നുണ്ട്? ലീഫ് ഉണ്ട്, ഇലകളുണ്ട്. ഇനി ഇലകൾ പച്ച നിറത്തിൽ മാത്രമല്ല, ചില പ്ലാന്റ്സിൽ അല്ലേ, ചില സസ്യങ്ങളിലൊക്കെ ഇലകൾക്ക് വേറെ പല കളറിലും നമ്മൾ കാണാൻ പറ്റും. മഞ്ഞ നിറത്തിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ലീഫ് മക്കൾ കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഇതുപോലെ ഇങ്ങനെ നല്ല ഇതുപോലത്തെ കുറച്ച് ലീഫ് മക്കൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കുറേ ലീവ്സൊക്കെ ഉണ്ട്. പല ഷേപ്പിലായിട്ട് നമുക്ക് ലീവ്സ് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ സാധാരണയായിട്ട് പച്ച നിറത്തിലാണ് നമ്മുടെ ലീവ്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യണം കുട്ടികൾ പഠിച്ചു വെക്കണം. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങുന്നത് ഈ ഒരു ഭാഗം പറഞ്ഞിട്ടാണ്, ഒരു ചെടിയിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്നാണ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തണ്ടിനെ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? കാണ്ഡം എന്നുകൂടി പറയും. ഓക്കെ, തണ്ടിനെ നമ്മൾ എന്ത് പറയും? കാണ്ഡം എന്നുകൂടി പറയും. ഇലയെ പത്രം എന്നുകൂടി പറയും. ഓക്കെ, ഇലയെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? പത്രം എന്ന് പറയുന്നുണ്ട്. വേരിന് നമ്മൾ എന്ത് പറയും? മൂലം എന്നുകൂടി പറയൂ കേട്ടോ. വേറെ കുറേ പേരുകളാണ് മൂലം. വേര്, ഇല, തണ്ടൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സയൻസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെറൈറ്റി പേരുകളുണ്ട്. തണ്ടിനെ നമ്മൾ കാണ്ഡം എന്ന് പറയുന്നു, ഇലയെ പത്രം എന്ന് പറയുന്നു, ദെൻ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലമാണ്. ഓക്കെ, റെഡി ആണല്ലോ? ഇനി അടുത്തതായിട്ട് മിസ് ഇവിടെ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചെടികൾ നോക്കിയിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് വ്യത്യാസം മനസ്സിലാവുന്നേ? എന്ത് വ്യത്യാസം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഓരോ ചെടിക്കും വേറെ വേറെ വലിപ്പങ്ങളാണ് അല്ലേ. ഇതൊരു വലിയ ചെടിയാണ്, പക്ഷേ ഈ ചെടീനേക്കാൾ കുറച്ച് ചെറുതാണിത്. ഇതാണെങ്കിൽ കുഞ്ഞു ചെടിയാണ് അല്ലേ. അപ്പം നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ചെടികൾക്കും ഒരേ വലിപ്പമാണുള്ളത്? ആണോ? ഒരേ ഹൈറ്റിലാണോ എല്ലാവരും കാണുന്നത്? അല്ല, പല ഹൈറ്റിലുള്ള കുറേ ചെടികൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. ചിലപ്പോൾ വലിയ കൂറ്റൻ മരങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞു ചെടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെടികളെ തന്നെ അതിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അതിൻ്റെ ഹൈറ്റിൻ്റെ ബേസിൽ, ഹൈറ്റ് അല്ലേ, അതായത് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഇതെന്താണ്? ഇതിന് സാധാരണ നമ്മൾ എന്താ പറയാറ്? വലിയ ആൾക്കാർ, ചെടിയുടെ ഏറ്റവും വലിയ ഫോമാണ്. അതെന്താണ്? നമ്മൾ പറയും അതേ നോക്കിയൊക്കെ ഒരു വലിയ മരം എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതാണ് ട്രീ. ട്രീ എന്ന് പറഞ്ഞാൽ മരമാണ്. ഒന്നിലധികം മരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ട്രീസ് എന്ന് പറയും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ തേക്ക്, മഹാഗണി, ഇതൊക്കെ എന്താണ്? വലിയ മരങ്ങളാണ്. അതുപോലെ ആൽമരം അല്ലേ, ബാനിയൻ ട്രീ, ഇതൊക്കെ എന്താണ്? വലിയ മരങ്ങളാണ്. ഇനി നമ്മുടെ വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് ആര്? നമ്മുടെ ഹിബിസ്കസ് അല്ലേ, അതായത് നമ്മുടെ ചെമ്പരത്തി. അപ്പം ചെമ്പരത്തി നോക്കിക്കഴിഞ്ഞാൽ ചെമ്പരത്തി എന്താണ്? ഷ്രബാണ്. ഷ്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറ്റിച്ചെടി അല്ലേ, കുറ്റിച്ചെടിയാണ്. നമ്മുടെ വീട്ടിൽ കുറേ ഷ്രബ്സ് ഉണ്ടായിരിക്കും. തെച്ചിപ്പൂവിൻ്റെ ഷ്രബൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, കുഞ്ഞു കുഞ്ഞു ചെടികളാണത്. അപ്പോൾ കുറ്റിച്ചെടികൾ ഉണ്ടായിരിക്കും. ഇനി അതിനേക്കാൾ വലുപ്പം കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഹെർബ്സ് എന്ന് പറയുന്നത്. ഔഷധി, ഹെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രീസ് ഉണ്ടായിരിക്കും, ഷ്രബ്സ് ഉണ്ടായിരിക്കും, ഹെർബ്സ് ഉണ്ടായിരിക്കും, മരങ്ങൾ ഉണ്ടായിരിക്കും, കുറ്റിച്ചെടികൾ ഉണ്ടായിരിക്കും, ഔഷധി ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ചീരയൊക്കെ നോക്കുകയാണെങ്കിൽ കുറ്റിച്ചെടികളാണ്, കുഞ്ഞു ചെടികളാണ്. അതൊക്കെ എന്താണ്? ഹെർബ്സിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ചെടികൾ എങ്ങനെ തരംതിരിക്കാം? ഏറ്റവും വലിപ്പം കൂടുതലുള്ള ആളാണ് ട്രീ എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറവുള്ള ആളാണ് ഷ്രബ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ കുഞ്ഞു ആൾക്കാരാണ് ഹെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, മരമുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, ഔഷധികളുണ്ട്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒരു ചെടിയിൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, ഏതൊക്കെ പാർട്സാണ് നമ്മൾ പറഞ്ഞു അല്ലേ. സ്റ്റെം ഉണ്ടായിരിക്കും, ലീവ്സ് ഉണ്ടായിരിക്കും, ദെൻ ഓൾസോ റൂട്ട് ഉണ്ടായിരിക്കും, തണ്ടുണ്ടായിരിക്കും, അതുകൂടാതെ തന്നെ നമ്മുടെ വേരുണ്ടായിരിക്കും, ഇലകളുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ചെടികളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രീസ് ഉണ്ടായിരിക്കും, ഷ്രബ്സ് ഉണ്ടായിരിക്കും, ഹെർബ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലുള്ള മലയാളം പേരുകളും പഠിച്ചു വയ്ക്കുക. മരം,
കുറ്റിച്ചെടി, ഓഷധികൾ കേട്ടോ. ഔഷധി എന്ന് എഴുതരുതേ, ഓഷധികൾ ഉണ്ടായിരിക്കും. ഇത്രയും ക്ലിയർ ആണെങ്കിൽ എൻ്റെ മക്കൾക്ക് മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ്? നമ്മുടെ മരങ്ങളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മരങ്ങളും സസ്യങ്ങളും എല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മുടെ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ എന്നുള്ള കാര്യം എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാം. ഓക്കെ, താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഹെൽപ്പിൽ എന്ത് ചെയ്യണം? എല്ലാവരും വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. എന്നാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സസും എക്സ്ട്രാ വീഡിയോസും നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? വേഗം തന്നെ പാരൻസിൻ്റെ ഹെൽപ്പിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.